യേശുമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥ്യം വഴി ഈശോ നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഏതാനും സാക്ഷ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മിനി മാത്യു കോഴിക്കോട് നിന്നും തൻ്റെ ആങ്ങളയ്ക്ക് ലഭിച്ച അദ്ദേഹത്തിൻ്റെ ശോഷിച്ചുപോയ കാലിന് സൗഖ്യം കിട്ടിയ സാക്ഷ്യമാണ് നമ്മെ അറിയിക്കുന്നത്. എൻ്റെ ആങ്ങള തമ്പിക്കുട്ടി 60 വയസ്സ്, കാലിന് 5 വർഷമായിട്ട് വേദനയും നടക്കാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു. കാലിലെ മസിൽ ഉരുകിപ്പോയതുപോലെ ഇല്ലാതായിപ്പോയിരുന്നു. ഞങ്ങൾ വിശ്വാസപൂർവ്വം ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. ഇതിനു മുൻപ് ഞങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ട് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫലവും കിട്ടിയില്ല. എന്നാൽ ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതോടെ കാലിന് സൗഖ്യം ലഭിച്ചുകൊണ്ട് വീടിനകത്തുകൂടെയും മുറ്റത്തുകൂടെയും എല്ലാം ഇപ്പോൾ വിഷമം കൂടാതെ നടക്കുവാൻ സാധിക്കുന്നുണ്ട്. ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥം മൂലം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എൻ്റെ ആങ്ങളയ്ക്ക് സൗഖ്യം നൽകിയ ദൈവത്തിന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത് ഡൽഹി പ്രൊവിൻസിലുള്ള സിസ്റ്റർ എൽസീന തൻ്റെ സഹോദരപുത്രി ഡോണയ്ക്ക് ലഭിച്ച അത്ഭുതകരമായ ഒരു രോഗശാന്തിയെപ്പറ്റി എഴുതി അറിയിച്ചതാണ്. ഞാൻ സിസ്റ്റർ എൽസിറ്റ ആഫ്രിക്കയിൽ നമീബിയ എന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ സഹോദരപുത്രി ഡോണ മരിയായിക്ക് കാലിൽ ഒരു മുഴയുണ്ടായി. അവൾക്ക് 13 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. പിന്നീട് കയ്യിൽ ഒരു മുഴ കാണപ്പെട്ടു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡിൽ ലിംഫോസൈറ്റിന്റെ അളവ് കൂടുതലാണെന്നും അത് ബ്ലഡ് ക്യാൻസറിന്റെ ലക്ഷണമാണെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ കുഞ്ഞിനെ ധന്യൻ മത്തായിയച്ചൻ്റെ കബറടത്തെങ്കിൽ കൊണ്ടുവന്ന് കൊള്ളാമെന്നും ഇനി ചെയ്യുന്ന ടെസ്റ്റുകളിൽ ബ്ലഡ് ക്യാൻസറിന്റെ ഒരു ലക്ഷണവും കാണിക്കരുതേ എന്നും ഞങ്ങൾ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് നോർമലാണെന്ന് അറിഞ്ഞു. കയ്യിലെ മുഴ ഇപ്പോൾ വളരെ ചെറുതായി കുറഞ്ഞു. 1 മാസമായിട്ട് സ്കൂളിൽ പോകാതിരുന്ന സോണിയയ്ക്ക് നാളെ മുതൽ സ്കൂളിൽ പോകാനായിട്ട് സാധിക്കും. ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥത്തിന് കോടാനുകോടി നന്ദി. ഇനി നമുക്ക് മറ്റൊരു സാക്ഷ്യം ശ്രദ്ധിക്കാം. ഏറ്റുമാനൂരിൽ നിന്നും സജിത ബിനു ചേച്ചിയുടെ മകൾക്ക് ലഭിച്ച ഒരു രോഗശാന്തിയെ പറ്റിയാണ് അറിയിച്ചിരിക്കുക. എൻ്റെ ചേച്ചിയുടെ മകൾ അന്ന അൽഫോൻസ് 7 വയസ്സാണ് അവൾക്ക്. ഈ കുട്ടിക്ക് കടുത്ത പനിയായിട്ട് 2 ആഴ്ച പിന്നിട്ടു. കാരിത്താസ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. കടുത്ത പനിയെ തുടർന്ന് കരൾ വീക്കവും ഉണ്ടായി. രോഗം നിർണ്ണയിക്കാനാവാതെ ഡോക്ടർമാർ കുഴങ്ങി. നടത്തിയ ടെസ്റ്റുകളെല്ലാം നോർമലായിരുന്നു. എന്നാൽ കുട്ടിയുടെ വെയിറ്റ് 20 ആയിരുന്നത് 11 കുറഞ്ഞു. ഇതറിഞ്ഞ എൻ്റെ ചേച്ചി സിസ്റ്റർ ബെറ്റി തെരേസ്, ചങ്ങനാശ്ശേരി പ്രൊവിൻസ്, ധന്യൻ മത്തായിയച്ചൻ്റെ കബറടത്തെങ്കിൽ കുട്ടിയെ കൊണ്ടുവന്നുകൊള്ളാമെന്നും ഒരു കുർബാനയും നൊവേനയും ചൊല്ലിക്കുവാൻ നേർച്ച നേരുവാൻ ഞങ്ങളോട് പറയുകയും ഞങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം കുട്ടിയുടെ പനി വിട്ടുമാറി. ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചു. ഉടൻ തന്നെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ചങ്ങനാശ്ശേരി SH കോൺവെന്റിൽ നിന്നും സിസ്റ്റർ മാഗി അറിയിച്ച ഒരു സാക്ഷ്യമാണ്. എൻ്റെ ഏത് ആവശ്യങ്ങൾക്കും ധന്യൻ മത്തായിയച്ചനോട് ഞാൻ മാധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം എനിക്കുണ്ടായി. ഞാൻ അഡിലാബാദിലായിരുന്നപ്പോൾ 10 വയസ്സുള്ള 2 കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടി ഒരു രാത്രിയുടെ യാത്രാ ദൂരമുള്ള സിർപൂർ എന്ന സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. സിസ്റ്ററായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. മുഖം മൂടി വെച്ച് തോക്കുമായി 3 പേർ വഴിക്ക് വെച്ച് ഞങ്ങളുടെ ബസ്സിൽ കയറി. ഒരാൾ മുൻപിൽ നിന്ന് എല്ലാവരെയും വീക്ഷിച്ചു. 2 പേർ ഞങ്ങളുടെ പിൻസീറ്റിൽ ഇരുന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് ധന്യൻ മത്തായിയച്ചൻ്റെ നൊവേന വിശ്വാസപൂർവ്വം ചൊല്ലിക്കൊണ്ടിരുന്നു. മരണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ,
ഏഴാമത്തെ നൊവേന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ബസ് നിർത്തിച്ച് അവർ 3 പേരും ഇറങ്ങിപ്പോയി. ധന്യൻ മത്തായച്ചൻ്റെ അത്ഭുത മാധ്യസ്ഥത്തിന് മുൻപിൽ നന്ദിയുടെ നറുമലരുകൾ. ഞങ്ങളുടെ ജീവൻ സംരക്ഷിച്ച ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ.